ഹായ്. നമ്മള് ലാസ്റ്റ് വീഡിയോയില് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ഡിസംബർ എക്സാം ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ടെന്നുള്ള കാര്യവും, എന്തൊക്കെയാണ് ആ 3 ഓപ്ഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ലാസ്റ്റത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മള് ഓരോ ആൾക്കാരും കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മളെ മെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഒക്കെ ഏഹ്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്. പക്ഷെ പല ആൾക്കാരും മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ട്. ഇമെയിൽ ഐഡി ആ സമയത്ത് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഓരോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. ഇന്റർമീഡിയേറ്റ് ചെയ്യുന്ന കുട്ടിയായിക്കോട്ടെ, അല്ലെങ്കിൽ ഫൈനൽ എക്സാം എഴുതുന്ന കുട്ടിയായിക്കോട്ടെ, അവരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരെ മൊബൈൽ നമ്പർ, അവരെ മെയിൽ ഐഡി നിർബന്ധമായിട്ടും അവർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, തേർഡ് പോയിന്റിൽ ഇന്റർമീഡിയേറ്റിന്റെ കുട്ടിയേക്കും ഫൈനലിന്റെ കുട്ടിയേക്കും ഓരോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് കയറിയിട്ട് നിങ്ങളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെയിൽ ഐഡിയും കാര്യങ്ങളും നിങ്ങളെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതിനു മുമ്പ് കുറച്ച് ആൾക്കാർ നമുക്കത് നോക്കാം. അതിനു മുമ്പ് കുറച്ച് ആൾക്കാര് ചോദിച്ച ഡൗട്ടായിരുന്നു, സാറേ, സെൻട്രൽ ബേസ്ഡ് എക്സാം ആണോ നല്ലത്, അല്ലെങ്കിൽ ഹോം ബേസ്ഡ് ആയിരുന്നോ നല്ലത് എന്നുള്ള കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താന്ന് വെച്ചാല്, സെൻട്രൽ ബേസ്ഡ് ആയിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്താന്ന് വെച്ചാല്, അതിലവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും. വ്യക്തമായിട്ട് അവര് പറയുന്നുണ്ട്, ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, അഥവാ നിങ്ങൾക്ക് പവർ ഫെയിലറോ, അല്ലെങ്കിൽ നിങ്ങളെ ഇന്റർനെറ്റ് കണക്ഷന് നഷ്ടപ്പെടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് എക്സാം എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കൂല എന്നുള്ള കാര്യം അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഗൈഡ് തരാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാം പോകുന്ന സമയത്ത് സൈറ്റോ കാര്യങ്ങളോ സെർവറോ കാര്യങ്ങളോ എററായാലോ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ ഒരാൾ ഉണ്ടാവില്ല, വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതുന്ന സമയത്ത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ വീട്ടിലുള്ള ഹോം ബേസ്ഡ് മുമ്പേ പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടൊക്കെ ഉണ്ട്. കാറ്റ് എക്സാമും CMA ഫൗണ്ടേഷൻ എക്സാമും ഒക്കെ ഹോം ബേസ്ഡ് നടന്നിട്ടുണ്ട്. പക്ഷേ CMAയുടെ എക്സാം നമുക്ക് സെന്റർ ബേസ്ഡ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ നന്നാവാൻ സെന്റർ ബേസ്ഡ് ആയിരിക്കും. കാരണം നമുക്ക് അവിടെ ഇൻസ്ട്രക്ട് ചെയ്യാനും നമുക്ക് ഗൈഡ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഒരാൾക്കാർ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. തേർഡ് പോയിന്റിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഡിങ്ങിൽ വരും. അതിൽ നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത്. അതിൽ നിങ്ങൾ പോയിന്റ്സും കാര്യങ്ങളൊക്കെ, കാരണം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സേ ഉള്ളൂ, അതിലൊന്നും കാര്യമായിട്ടില്ല. ഇൻ കേസ് ഹോം ബേസ്ഡ് ആണ് എക്സാം എഴുതുന്നെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ടാബ്ലറ്റ് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് മോക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ മൊബൈൽ ഫോൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എപ്പോഴും മെയിൻ എക്സാം എഴുതുന്ന ഡിവൈസ് ഏതാണോ ആ ഡിവൈസ് വെച്ചിട്ട് തന്നെ മോക്ക് ടെക്സ്റ്റ് ചെയ്യലായിരിക്കും എപ്പോഴും നന്നാവുക. ഓക്കെ, പിന്നെ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ സെന്റർ ബേസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ നമ്മൾ വർക്കിംഗ് നോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങള് ഈ പറഞ്ഞ സെന്റർ ബേസ്ഡ് ആണോ അല്ലെങ്കിൽ ഹോം ബേസ്ഡ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങളെ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യം, ആ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ആ തീരുമാനിച്ച കാര്യം നിങ്ങൾ വരുന്ന 12-ാം തീയതി നവംബർ 12ന്റെ ഉള്ളിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിക്കണം. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം, ഏത് മെത്തേഡിലാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ഇൻഫോം ചെയ്യണം. അങ്ങനെ നിങ്ങൾ ചെയ്യാത്ത പക്ഷം ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ എന്തായിട്ട് തിരഞ്ഞെടുക്കും? സെന്റർ ബേസ്ഡ് ആയിട്ട് നിങ്ങളെ തിരഞ്ഞെടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അഥവാ 12-ാം തീയതിക്ക് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളെ സെന്റർ ബേസ്ഡ് ആയിട്ട് സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് എഡിറ്റ് ചെയ്യാനോ മറ്റൊന്നും പറ്റില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയി. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് അവിടെ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലൊന്ന് ഹോം ബേസ്ഡ് ആണോ സെന്റർ ബേസ്ഡ് ആണോ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. സെന്റർ ബേസ്ഡ് നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് രജിസ്ട്രേഷൻ ID, നമ്മളെ നിലവിലുള്ള രജിസ്ട്രേഷൻ ID, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമെയിൽ ID, നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ നമ്മൾ അടിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ അപ്പുറത്തെ പേജിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരു കുട്ടിന്റെ രജിസ്ട്രേഷൻ ഐഡിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വരും. അതുകൊണ്ട് നമ്മൾ അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. ഇനി കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇതിന്റെ അപ്പുറം പോകുന്ന സമയത്ത് നമ്മളെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലെന്തെങ്കിലും പ്രൂഫ്, അതായത് ഐഡന്റി കാർഡ്, അല്ലെങ്കിൽ നമ്മുടെ വോട്ടർ ID, അല്ലെങ്കിൽ നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്തതിന്റെ പ്രൂഫ്, ഇങ്ങനത്തെ എന്തെങ്കിലും പ്രൂഫ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അപ്പുറം എൻ്റർ ചെയ്തിട്ട് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഇന്നിപ്പോ ഏകദേശം നവംബർ 4-ാം തീയതി ആയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് അവർ പറഞ്ഞ സമയത്തേക്ക് ഏകദേശം ഒരു 1 വീക്കിന്റെ അടുത്ത് ഇനിയും ടൈം ഉണ്ട്.
ഓക്കെ. അപ്പം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ധൃതി പിടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യണ്ട. ഒരു 2 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കുക. കാരണം എന്താന്ന് വെച്ചാല് ഇത് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് കുറച്ചും കൂടി ഇൻഫർമേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മള് വെറുതെ തിരക്കിട്ടിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ഒരിക്കലും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അടുത്ത് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡി വെച്ചിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പ്രശ്നമാവും. അപ്പൊ നിങ്ങള് ഒരു 2 ദിവസം വെയിറ്റ് ചെയ്ത് നോക്കാന്. ആ സമയത്തേക്ക് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ വരുന്നുണ്ടോന്ന് നോക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ആരെങ്കിലും ചെയ്ത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് ഹെൽപ്പ് ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് സമാധാനത്തിൽ സാവധാനം നമുക്ക് ചെയ്യാം. നമുക്ക് സമയമുണ്ട്. ഏകദേശം 1 വീക്കോളം ടൈമുണ്ട്. ഓക്കെ. അതിന്റെ ഇടയ്ക്ക് നമ്മളും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആ സമയത്ത് തന്നെ സ്പോട്ടിൽ തന്നെ ഇൻഫോം ചെയ്യും. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പം ഇനി എന്തെങ്കിലും ഫർദർ ആയിട്ട് നിങ്ങളെ എക്സാമുമായിട്ട് ഓൺലൈൻ എക്സാമുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഇതേപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ. താങ്ക് യു.